ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിൻ്റെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അർജുനാണെന്നുണ്ടെങ്കിൽ രമ്യയുടെയും ഗോവിന്ദനുള്ള വാക്ക് കേട്ടിട്ട് റൂമിലേക്ക് കയറുവാട്ടോ. അഞ്ജലി അവിടെ കിടക്കാനുള്ള പുറപ്പാടായിരിക്കും. ആ സമയത്താണ് നമ്മുടെ അർജുൻ തലേണയും പുതപ്പൊക്കെ ആയിട്ട് റൂമിലേക്ക് വരുന്നത് അഞ്ജലി കാണുന്നത്. അഞ്ജലി അർജുന ഒന്ന് അടിമുടി നോക്കുന്നുണ്ട്. എന്നിട്ട് അർജുനെ കാണുമ്പോൾ തന്നെ അവിടെ നിന്ന് എഴുന്നേക്കാട്ടോ കട്ടിലിന്ന്. അർജുൻ വേഗം കട്ടിലിന്റെ സൈഡിൽ ഇരുന്നിട്ട് പുതപ്പും തലേണയും അവിടെ വെക്കുവാണ്. അത് കാണുന്ന അഞ്ജലി വേഗം തന്നെ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് അർജുനെ നോക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട്, അഞ്ജലി എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി പറയുന്നുണ്ട്, അതിന് ഇത് അർജുന്റെ റൂമല്ലേ, അർജുൻ സംസാരിച്ചോ, ഒറ്റയ്ക്കിരുന്ന് എത്ര വേണമെങ്കിലും സംസാരിച്ചോ, ഞാനേ പൊയ്ക്കോളാം എന്ന് പറയാണ്. അഞ്ജലി പ്ലീസ്, എനിക്ക് പറയാനുള്ളത് തന്ന് കേക്ക്, ഇനി എന്ത് പറയാൻ, ഇനി എന്ത് കേൾക്കാൻ, എല്ലാം കഴിഞ്ഞു. നോ, ഒന്നും കഴിഞ്ഞിട്ടില്ല അഞ്ജലി, നമ്മൾ ജീവിതം തുടങ്ങിയേ ഉള്ളൂ. താൻ എന്താ ഇങ്ങനെ, ഞാൻ പറഞ്ഞത് താനൊന്ന് കേൾക്കടോ. നോ അർജുൻ, എനിക്കൊന്നും കേൾക്കണ്ട. ദേ അർജുൻ ഇവിടെ കിടന്ന് എന്താ വെച്ചാൽ ആയിക്കോട്ടെ, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടുന്ന് പുതപ്പും തലേണയും എടുത്തിട്ട് നിലത്തേക്ക് പോകാൻ മുമ്പോ അർജുൻ പറയുന്നുണ്ട്, വേണ്ട അഞ്ജലി, താൻ ഇന്ന് ഈ റൂമിൽ നിന്ന് എവിടെയും പോകരുത്. നമ്മൾ രണ്ടുപേരും സുഖമായിട്ട് ജീവിക്കാതിരിക്കണ കാണാനായിട്ട് ആഗ്രഹിച്ച് ഒരുപാട് പേര് പുറത്ത് നിൽക്കുന്നുണ്ട്. അവർക്ക് താനായിട്ടൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത് പ്ലീസ്, ഞാൻ പറയണത് താനൊന്ന് കേക്ക് എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, അർജുൻ നോക്ക്, എൻ്റെ വിവാഹം എൻ്റെ വീട്ടുകാർ ഒരുപാട് ആഗ്രഹിച്ചതാണ്, ഞാൻ ആഗ്രഹിച്ചതാണ്. തൻ്റെ വീട്ടുകാർ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് പെണ്ണാലോചിച്ച് ഒരു ചെറിയ വിവാഹ നിശ്ചയം നടത്തി, നാട്ടുകാരെയും ബന്ധുക്കളെയും വീട്ടുകാരൊക്കെ ആയിട്ട് ആ വിവാഹ നിശ്ചയം നടന്ന് അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചതാണ്. എല്ലാം തീർന്നില്ലേ അഞ്ജലി, എടോ താനെന്നെ ഒന്ന് വിശ്വസിക്കടോ, ഞാൻ പറഞ്ഞല്ലോ എനിക്കിനൊന്നും കേൾക്കാനുമില്ല, അർജുനോടൊന്നും പറയാനുമില്ല എന്ന് പറഞ്ഞിട്ട് ആ പുതപ്പെടുത്ത് നിലത്തേക്ക് വിരിക്കുകയാണ്. ശേഷം ആ തലേനും കൂടി നിലത്തേക്ക് ഇട്ടിട്ട് അഞ്ജലി അവിടെ കിടക്കുവാട്ടോ. ഉറങ്ങണമെന്നില്ല, കണ്ണ് തുറന്ന് ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അർജുന എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അർജുൻ കട്ടിലിൽ അങ്ങനെ ഇരിക്കുകയാണ്. ശേഷം തല ചായച്ച് അവിടെ തന്നെ അർജുനും എന്തൊക്കെയോ ആലോചിച്ച് കിടക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അങ്ങനെ തന്നെ കിടന്നുറങ്ങുവാണ് ചെയ്യണേ കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനുപമേനെയാണ്. അനുപമ രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ജനലരികെ നിന്നിട്ട് ഒരു ഗുണ്ട ഒരു കുയിലിനെ പോലത്തെ സൗണ്ട് ഉണ്ടാക്കുവാട്ടോ. രണ്ട് പ്രാവശ്യം സൗണ്ട് ഉണ്ടാക്കുമ്പോഴേക്കും അനുപമ പതുക്കെ വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുകളിലാണ്, എല്ലാം അറിയാലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഗുണ്ട പറയുന്നുണ്ട്, എല്ലാം അറിയാം എന്ന് പറഞ്ഞിട്ട് അയാൾ നേരെ മുകളിലേക്ക് കയറി പോവാണ് ചെയ്യണത്. അനുപമ നിലത്ത് നിന്നിട്ട്, സോറി അഞ്ജലി, ഇതെന്റെ ജീവിതത്തിന്റെ പ്രശ്നമാണ്, എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് അനുപമ സന്തോഷത്തോടു കൂടി തന്നെ അവിടെ അങ്ങ് നിൽക്കുവാട്ടോ. ആ ഗുണ്ട പമ്മി 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 മുകളിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ അഞ്ജലിയും അർജുനും കട്ടിലിൽ ഒരുമിച്ചാണ് ഇപ്പൊ കിടക്കുന്നത്. കട്ടിലിൽ ഒരുമിച്ച് കിടക്കുന്ന അർജുനെയും അഞ്ജലിയും അയാൾ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് അർജുന്റെ അടുത്തേക്ക് അയാൾ പോവാണ്. അയാളുടെ കയ്യിൽ വലിയൊരു കത്തിയുണ്ട്. ആ കത്തി പതുക്കെ അയാൾ എടുക്കുകയാണ്. എന്നിട്ട് അർജുന്റെ നേരെ കുത്താൻ വേണ്ടി പോകുമ്പോഴേക്കും പെട്ടെന്നാണ് അർജുൻ കണ്ണു തുറക്കുന്നത് കേട്ടോ. കണ്ണു തുറന്ന അർജുൻ അയാളുടെ കയ്യിൽ നിന്ന് കത്തി വാങ്ങിക്കാൻ വേണ്ടി അയാളെ കയ്യിൽ കയറി പിടിക്കുകയാണ്. കത്തി നിലത്തേക്ക് വീഴുന്നുണ്ട്. ശേഷം അയാളും അർജുനും ആ ഇരുട്ടത്ത് നല്ല രീതിയിൽ തന്നെ സ്റ്റണ്ട് നടക്കുന്നുണ്ട്. ബഹളമൊക്കെ കേട്ട് അഞ്ജലി വേഗം എഴുന്നേക്കാട്ടോ. അഞ്ജലി എഴുന്നേറ്റ് ലൈറ്റ് ഇടുമ്പോഴേക്കും ആ ഗുണ്ട അവിടുന്ന് വേഗം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അർജുനെ പിടിച്ച് തള്ളി. അയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി അർജുന ഒരൊറ്റ കുത്തുവാണ്. ഒരു പ്രാവശ്യമല്ല, ഒന്നോ രണ്ടോ പ്രാവശ്യം വയറ്റിനിട്ട് കുത്തുന്നുണ്ട്. അത് കണ്ട് അഞ്ജലി എന്ന് പറഞ്ഞ് ഒച്ച ഉണ്ടാക്കി നിലവിളിക്കാട്ടോ. പെട്ടെന്നാണ് ശ്യാമള സ്വപ്നത്തിൽ നിന്ന് ചാടി എഴുന്നേക്കണം. അയ്യോ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേക്കാണ്. വേഗം തന്നെ ശിവരാമൻ ചോദിക്കണ്ട്, എന്താ ശ്യാമളെ, എന്താ പ്രശ്നം, നീ വല്ല സ്വപ്നവും കണ്ടു? ആ അനുപമയുണ്ടല്ലോ, അവള് നമ്മുടെ പയ്യനെ കൊല്ലാൻ വേണ്ടി ഒരാളെ വാടക കൊണ്ടിനെ കൊണ്ടുവന്നിരിക്കുന്നു. അയാള് ആ കത്തി വെച്ചിട്ട് നമ്മുടെ പയ്യനെ, അയ്യേ നീ എന്തൊക്കെയാ ശ്യാമളി പറയണത്, അത് വെറും സ്വപ്നമല്ലേ. സ്വപ്നമാണെങ്കിലും എനിക്ക് എന്തോ വലുത് പേടിയാവുന്നു ശിവരാമേട്ട. ഇപ്പോ സമയം എത്ര എന്ന് ചോദിക്കുകയാണ്. ഇപ്പോ നേരം പുലരാനായി. ദൈവമേ, നേരം പുലരാനായോ? എടി ശ്യാമളെ, കാണാൻ പാടില്ലാത്ത സ്വപ്നങ്ങൾ കണ്ട ഇങ്ങനെ ഇരിക്കും. നടക്കേണ്ട സ്വപ്നങ്ങളാണെങ്കിൽ നടക്കും, നടക്കാൻ പാടില്ലാത്ത സ്വപ്നങ്ങളാണെങ്കിൽ എപ്പോൾ കണ്ടാലും അത് നടക്കില്ല. അങ്ങനെ വിശ്വസിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. ദേ നമുക്ക് നമ്മുടെ മോളൊന്ന് കാണാൻ പോയാലോ? എവിടേക്ക്? ശംഖുചക്രത്തിലേക്കാ? നല്ല കാര്യമായി, ഞാൻ അവിടേക്ക് ഒരിക്കലും പോവില്ല. നിങ്ങൾ എന്താ എങ്ങനെയാ? എൻ്റെ മനസ്സ് പറയണു നമ്മുടെ മകൾക്ക് എന്തോ സംഭവിക്കാൻ പോവാണെന്ന്. അവൻ എന്തോ സംഭവിക്കുമെന്ന്. നമുക്കൊന്ന് അവളെ വരെ പോയി കാണാം. എൻ്റെ ശ്യാമളെ, ദേ ഇപ്പോഴേ ബസ് ഒന്നും ഉണ്ടാവില്ല, നാളെ രാവിലെ ബസ് ഓടുള്ളൂ, അപ്പൊ പോയി കണ്ടാ പോരെ, അതുവരെ നീ കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറയാണ്. അങ്ങനെ ശിവരാമൻ അവിടെ കിടന്നുറങ്ങുമ്പോൾ ശ്യാമള കിടക്കുന്നുണ്ടെങ്കിലും ഉറങ്ങാൻ പറ്റുന്നില്ല. ശ്യാമള ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഈശ്വര,
ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തോളണേ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് ശ്യാമള കേട്ടോ. പിന്നെ വീക്കെൻഡ് പ്രൊമോയിലും ഇന്നലത്തെ പ്രൊമോയിലും മിന്നാത്ത പ്രൊമോയിലും കാണിച്ചതെല്ലാം തന്നെ നമ്മുടെ ശ്യാമളയുടെ ഒരു സ്വപ്നം മാത്രമായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കണ രാവിലെ തന്നെ അഞ്ജലി അടുക്കളയിലേക്ക് കയറാണ്, ചായ ഇടാൻ വേണ്ടി നോക്കുകയാണ്. പഞ്ചസാര ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശി അവിടേക്ക് വരുക കേട്ടോ. ആഹാ, ഇതെന്താ കാണുന്ന കാഴ്ച? രാവിലെ തന്നെ നല്ലൊരു കാഴ്ചയാണല്ലോ കാണുന്നത്. മോൾ എന്ത് ചെയ്യും അടുക്കളയില്? അതോ ഞാൻ പാലിരിക്കുന്ന കണ്ട്, അപ്പോ ചായ ഉണ്ടാക്കാന്ന് ചോദിച്ചു. മുത്തശ്ശിക്ക് ഒരു ചായ എടുക്കട്ടെ. ഓ ആവാലോ, പഞ്ചസാര തപ്പിയിട്ടേ കാണുന്നില്ല. ഇതാണ് പഞ്ചസാര എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പഞ്ചസാര പാത്രം കൊടുക്കാട്ടോ. മുത്തശ്ശി എടുത്ത് അഞ്ജലി ചോദിക്കണ്ടേ, മുത്തശ്ശിക്ക് മധുരമാവാലോ അല്ലേ? മധുരം 200ലേക്ക് എടുത്തെത്തുന്നു. പക്ഷെങ്കിലും എനിക്ക് ചായയില് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടില്ലെങ്കിൽ ഇറങ്ങില്ല. കൊള്ളാം, ഇന്ന് ഞാൻ ആദ്യമായിട്ട് ചായ ഉണ്ടാക്കുന്നത് കൊണ്ടും മുത്തശ്ശി ആദ്യമായിട്ട് എന്റെ കയ്യിൽ നിന്ന് ചായ കുടിക്കുന്നത് കൊണ്ടും ഇന്ന് 1 ടീസ്പൂൺ അല്ല 2 ടീസ്പൂൺ ടീസ്പൂൺ ചായ ഉണ്ടാക്കി ഞാൻ മുത്തശ്ശിക്ക് തരൂ. പക്ഷെ ഈ ഓഫർ ഇന്ന് മാത്രമേ ഉള്ളൂ, നാളെ ഉണ്ടാവില്ല. മനസ്സിലായോ എന്ന് ചോദിക്കാണ്. ഓ മനസ്സിലായി, ഈ കൊച്ചിന്റെ ഒരു കാര്യം എന്ന് പറയാണ്. അങ്ങനെ അഞ്ജലി ചായ ഉണ്ടാക്കിയിട്ട് ഒരു കപ്പ് നമ്മുടെ മുത്തശ്ശിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയണ്ട്, മുത്തശ്ശി ചായ കുടിക്കേ, എന്നിട്ട് പറ എന്റെ ചായ എങ്ങനെയുണ്ടെന്ന്. ഓ അതിനെന്താ എന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശിക്ക് ഒരു കപ്പിൽ ചായയും ഒരു കപ്പ് നമ്മുടെ അഞ്ജലിയും എടുക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇന്ദു ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇന്ദു വേഗം തന്നെ നന്ദിനിനെ പോയി വിളിക്കുകയാണ്. എടുത്തി വന്നേ, ഒരു കാഴ്ച കാണിക്കാം എന്ന് പറഞ്ഞിട്ട് അടുക്കളയെ കൊണ്ടുപോയിട്ട് ഇന്ദു ആ കാഴ്ച നന്ദിനിനെ കാണിക്കുകയാണ്. നന്ദിനിയും ദേഷ്യത്തിൽ നോക്കുകയാണ്. മുത്തശ്ശി കുറച്ച് ചായ കുടിക്കുന്നുണ്ട്. കൊള്ളാം, സൂപ്പർ. സത്യം പറ മുത്തശ്ശി, സൂപ്പറാണോ? പിന്നെ സൂപ്പർ, അടിപൊളി, ഒത്തിരി ഇഷ്ടമായി എന്ന് പറയാണ്. ഹാവോ സമാധാനായി, ഇന്നലെ ഒരു ചായയുടെ കോംപ്ലിമെന്റ് കിട്ടിയേ ഉള്ളൂ. ആരുടെ കയ്യിൽ നിന്ന്? മുത്തശ്ശിയുടെ പ്രിയപ്പെട്ട മകന്റെ കയ്യിൽ നിന്ന്. ഓ നീ ഒരുപാട് ഇവിടെ സ്ട്രഗിൾ ചെയ്യണ്ട്, എനിക്കറിയാം മോളെ. നമ്മൾ ഈ സ്ട്രഗിളിങ്ങും നമ്മുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ ഒരാൾക്ക് പറഞ്ഞാലേ സമാധാനം കിട്ടും. വേറെ ആരോടല്ല, ഭഗവാനോട്. മോള് വരുന്നോ? ഞാൻ അമ്പലത്തിലേക്ക് പോകുക. വരാ മുത്തശ്ശി എന്ന് അഞ്ജലിയും പറയാണ്. ഇതെല്ലാം കണ്ടും കേട്ടുകൊണ്ട് ഇന്ദു നന്ദിനി എടുത്ത് പറയണ്ട്, എന്റെ നന്ദിനി എടുത്തി മിക്കവാറും അവളെ നമ്മൾ ഒട്ടകത്തിന്റെ കഥ പോലെയാവും, അവൾ അകത്തും നമ്മൾ പുറത്തും ആവാനേ സമയമെന്ന എനിക്ക് തോന്നുന്നത് എന്ന് ഇന്ദു നന്ദിനി എടുത്ത് പറയണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന ശ്യാമളനെയാണ്. നമ്മുടെ ശിവരാമനാണെങ്കിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്യൂരിറ്റി ഒഴിവ്, നല്ലൊരു വസ്ത്ര സ്ഥാപനത്തിലേക്ക് സെക്യൂരിറ്റി ആവശ്യമുണ്ട്. ഓയ്യോ, ഒരു സ്ഥലത്ത് പോയി എന്റെ ക്ഷീണം മാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശിവരാമൻ വേറെ ഒഴിവുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ശ്യാമള വരുന്നുണ്ട്. അതെ ശിവരാമേട്ടാ ഞങ്ങളെ അമ്പലത്തിലേക്ക് പോവാ. ഞങ്ങളെന്ന് പറഞ്ഞ ഞാനും അമ്പലത്തിൽ പോകാൻ വിചാരിച്ചു. അപ്പൊ ഇന്ദിരയും വരുന്നുണ്ടോന്ന് പറഞ്ഞു. അപ്പോഴേ അമ്പലത്തിൽ പോയിട്ട് വരാം, നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണവും മരുന്നൊക്കെ ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ട്, സമയത്ത് കഴിച്ചോളണേ. ഓ ആയിക്കോട്ടെ ശിവരാമേട്ടാ, ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നിട്ടേ നമുക്ക് പോവാനുള്ളതാ. അറിയാലോ. എവിടേക്ക്? അപ്പൊ നിങ്ങൾ ഇത്ര പെട്ടെന്ന് മറന്നോ? കൊച്ചിനെ കാണാൻ പോണെന്ന് പറഞ്ഞില്ലേ? അത് കൊള്ളാലോ. ആ രാഘവനുണ്ണിയുടെ വീട്ടിലേക്ക് ഞാൻ തന്റെ കൂടെ വരാനാ? ഒരിക്കലും ഇല്ല ശ്യാമളെ, ഒരിക്കലും ഇല്ല. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞത് രാത്രി വരാന്ന്? അത് നീ സ്വപ്നം കണ്ട് പേടിച്ചപ്പോ ചുമ്മാ പറഞ്ഞതാ. അത് കേൾക്കുന്ന ഇന്ദു എന്നല്ല നമ്മുടെ ഇന്ദിര പറയുന്നുണ്ട്. അതെ എന്റെ ഏടത്തിക്ക് ഇതുവരെ മനസ്സിലായില്ലേ, അവൾക്ക് ആ വീട്ടിൽ നിൽക്കുകയാണെങ്കിലേ കരണ്ട് ബില്ലും വാടക ബില്ലും ഒന്നും കൊടുക്കണ്ട, സുഖമായിട്ട് ജീവിക്കാം. അവളെ ആ അനുപമയുടെ അനിയത്തി ശ്യാമള പറയണ്ട്, നിർത്ത്, അവള് അനുപമയുടെ അനിയത്തിയല്ല, എന്റെ മകളായിട്ടാ അനുപമയുടെ അനിയത്തിയായത്, മനസ്സിലായോ എന്ന് പറയുമ്പോഴേക്കും നീ തന്നെയല്ലേ ഇന്ദിരയെ പറഞ്ഞത് അഞ്ജലി ഇവിടെ വരുവാണെങ്കിൽ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു. എന്നിട്ടിപ്പൊ നീ വാക്ക് മാറ്റുന്നോ? ഞാനിപ്പോ പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞൊന്നുമില്ല. നീ പറഞ്ഞു അഞ്ജലിനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരാണെങ്കിൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടുന്നു നീ പറഞ്ഞു. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലേ ശിവരാമേട്ടാ എന്ന് ഇന്ദിര വാക്ക് മാറ്റുന്നുണ്ട്. ശിവരാമ പറഞ്ഞ എന്തൊക്കെ പറഞ്ഞാലും ശരി, നീ അവിടേക്ക് പോവണ്ട. നിന്നെ അവിടെയൊക്കെ മദ്യം വിളമ്പിച്ചതേ ഞാൻ മറന്നിട്ടില്ല. അതുകൊണ്ട് നീ അവിടേക്ക് പോവും വേണ്ട. അഥവാ എന്റെ വാക്ക് ധിക്കരിച്ച് നിനക്ക് അവിടെ പോവാനാണ് ഉദ്ദേശമെങ്കിൽ പോണ വഴിക്ക് അങ്ങോട്ടേക്ക് പോയിക്കോ, പിന്നെ ഇവിടേക്ക് കേറാൻ നിൽക്കണ്ട. ഇതാണ് ഈ ശിവരാമന്റെ അഭിപ്രായം. ഇനി നിനക്ക് എന്ത് വേണമെങ്കിൽ നീ തീരുമാനിച്ചോ എന്ന് പറഞ്ഞിട്ട് ശിവരാമൻ അകത്തേക്ക് കയറുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.